കൂട്ടുകാരെ, നന്മണിയുടെ കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്ക് ഇന്നൊരു കഥ കേട്ടാലോ? ഇന്ന് ആരുടെ കഥയാണെന്നോ? ഒരു മണ്ടനായ കഴുതയുടെ കഥ. അപ്പൊ കഥ പറയട്ടെ. ദൂരെ ദൂരെ ഒരു കാട്ടിൽ ഒരു സിംഹമുണ്ടായിരുന്നു. ഈ സിംഹം താമസിച്ചിരുന്നത് ഒരു ഗ്രാമത്തിന്റെ തൊട്ടടുത്തായിരുന്നു. ഒരു ദിവസം വല്ലാതെ വിശന്ന സിംഹം നടന്ന് നടന്ന് ഈ ഗ്രാമത്തിനകത്തെത്തി. എന്നിട്ടോ അവൻ വിചാരിച്ചു, എന്തായാലും ആളുകൾ താമസിക്കുന്ന സ്ഥലമല്ലേ, ഉറപ്പായും ഇവിടെ എന്തെങ്കിലുമൊക്കെ ആഹാരം കിട്ടും. അങ്ങനെ അവൻ ആഹാരം തിരയാനായി തുടങ്ങി. അപ്പോഴാണ് അവനൊരു പൂവൻ കോഴിയെ കണ്ടത്. പിന്നെ നോക്കിയപ്പോഴോ അതിന് തൊട്ടടുത്തായി ഒരു കഴുതയും. കഴുത എന്താ? ഡോങ്കി. ആഹാ, കൊള്ളാലോ കണി. എനിക്ക് കഴുതയെയും കഴിക്കണം, ഈ പൂവൻ കോഴിയെയും കഴിക്കണം. എന്താ ഒരു മാർഗം? നമ്മുടെ സിംഹം ആലോചിക്കാൻ തുടങ്ങി. പക്ഷേ ഒന്ന് തിരിഞ്ഞ പൂവൻ കോഴി നമ്മുടെ സിംഹത്തിനെ കണ്ടു. അവൻ വേഗം പറന്ന് ഒരു ചെറിയ കൊമ്പിലേക്ക് കയറിയിരുന്ന് വല്ലാതെ ഉച്ചത്തിൽ കൂവാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ സിംഹത്തിന് ആ ഒച്ച ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൻ ആ ശബ്ദം കേട്ട് വല്ലാതെ അസ്വസ്ഥനായി. അയ്യോ, ഇതുപോലെ ശബ്ദമുണ്ടാക്കുന്ന ആ പൂവൻ കോഴി എനിക്ക് വേണ്ട. പിന്നെയോ അവൻ എന്ത് വിചാരിച്ചെന്നോ? ഒരു വഴിയുണ്ട്, കഴുതയെ പിടിക്കാൻ. എന്നിട്ട് അവൻ വിചാരിച്ചു, ഇവിടെ നിന്ന് വേഗം ഓടാമെന്ന്. നമ്മുടെ സിംഹം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കാടിനകത്തേക്ക് ഓടാൻ തുടങ്ങി. നമ്മുടെ കഴുത ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ വിചാരിച്ചു, ഷെടാ, ഈ സിംഹം എന്തൊരു പേടിത്തൊണ്ടനാ. വെറും ഒരു പൂവൻ കോഴി കൂവിയപ്പോഴേക്കും അവൻ പേടിച്ചു പോയി. ഇവനെയാണോ കാട്ടിലെ രാജാവെന്നൊക്കെ പറയുന്നത്? ഇവനെ ഒന്നുകൂടെ ഒന്ന് പേടിപ്പിച്ചിട്ട് കാര്യം. അങ്ങനെ നമ്മുടെ കഴുത എന്ത് ചെയ്തെന്നോ? സിംഹത്തിന്റെ പുറകെ ഓടാൻ തുടങ്ങി. കഴുത പുറകെ ചെല്ലുന്തോറും സിംഹം വീണ്ടും ഓട്ടം തുടങ്ങി. കഴുതയ്ക്ക് വീണ്ടും ചിരി വന്നു. ഇവനെ ഒന്നുകൂടെ ഒന്ന് പേടിപ്പിക്കണം. ഇവൻ എങ്ങോട്ടായി പോകുന്നത്? ഒന്ന് നിന്നെങ്കിൽ വേഗം ഒന്ന് പേടിപ്പിച്ചിട്ട് തിരിച്ചു പോരാമായിരുന്നു. അങ്ങനെ ചിന്തിച്ച കഴുത കുറേ ദൂരം പിന്നിട്ടത് ശ്രദ്ധിച്ചില്ല. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ സിംഹം ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. അവൻ അവിടെ ഓട്ടം നിർത്തി തിരിഞ്ഞു നിന്നു. അപ്പൊ കഴുത കരുതി, ഷടാ, ഇവൻ എന്നെ പേടിച്ച് ഓട്ടം നിർത്തി. ഇനി ഇവനെ ഒന്ന് പേടിപ്പിക്കാം. എന്നിട്ടോ അവനോട് പറഞ്ഞു, ഇനി മേലാൽ ഞങ്ങളുടെ ഗ്രാമത്തിലെങ്ങ് കണ്ടുപോകരുത്. പക്ഷേ സിംഹം ചീറ്റി തുടങ്ങി, നമ്മുടെ മണ്ടനായ കഴുതയെ ഓർത്ത്. അവനാണെങ്കിൽ വല്ലാതെ വിശന്നു തുടങ്ങിയിരുന്നു. അവൻ വേഗം കഴുതയോട് പറഞ്ഞു, എടാ മണ്ട, നീ എന്നെക്കുറിച്ച് എന്താ കരുതിയത്? ആ വെറും പൂവൻ കോഴിയെ കണ്ട് ഞാൻ പേടിച്ചെന്നോ? അവൻ അവിടെ കിടന്ന് ഒച്ച വെച്ച് വെറുതെ ആളുകളെ കൂട്ടി ഞാൻ എൻ്റെ ജീവൻ അപകടത്തിലാക്കണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് കഴുതയ്ക്ക് തനിക്ക് പറ്റിയ അക്കിടി മനസ്സിലായത്. പക്ഷേ അവനവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പേ നമ്മുടെ സിംഹം കഴുതയുടെ മേൽ ചാടി വീണു. എന്നിട്ടോ നന്നായി വിശന്നിരുന്ന സിംഹം അവനെ വേഗം ഭക്ഷണമാക്കുകയും ചെയ്തു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്കെന്താ മനസ്സിലായത്? എടുത്തുചാട്ടവും അമിത ആത്മവിശ്വാസവും അഹങ്കാരവും ഒരിക്കലും നല്ലതല്ല. അതെപ്പോഴും നമ്മളെ ആപത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കും. കേട്ടോ കൂട്ടുകാരെ? അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.